ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഇന്ന് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത റാന്നിയുടെ ആരാധ്യനായ MLA അഡ്വക്കേറ്റ് പഴകുളം മധു സാറ്, ബാക്കിയുടെ ഇന്ന് ആദരിക്കപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, ഏവർക്കും കർഷക ദിനത്തിൻ്റെയും പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെയും ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. കർഷകരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയുടെയും അടിത്തറയാണ് കർഷകരെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും കർഷകർക്ക് അത്തരത്തിലുള്ള ഒരു ബഹുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു പരിധിവരെ ഇപ്പം 60 വയസ്സിന് മുകളിലുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ വേഷത്തിലും ഭാഷയിലുമൊക്കെ ഒരു വേറൊരു തലത്തിൽ കാണുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു തലമുറ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷ സംവിധാനവും ആകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏകദേശം കഴിഞ്ഞ ഒരു 10-20-25 വർഷമായിട്ട് നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം ഒത്തിരി മാറി എന്നുള്ളത് വാസ്തവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ആർക്കും അതിനോട് താല്പര്യമില്ല. കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നമ്മൾ ഇപ്പം റിലയൻസിലും അല്ലെന്നുണ്ടെങ്കിൽ മോറിലും ഒക്കെ പോയിട്ട് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ സാധനം മേടിച്ച് ക്യൂ നിന്ന് അവിടെ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ പോരുന്ന ഒരു സാഹചര്യം. അതേസമയം നമ്മുടെ നാട്ടിലുള്ള ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം 1 കിലോ കപ്പയ്ക്ക് 50 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 രൂപയാണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത, അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും മാറേണ്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ താറാവ് മുട്ട മേടിച്ചപ്പം ഒരു മുട്ടയ്ക്ക് 17 രൂപ വിലയായിരുന്നു. അതേസമയം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ നാടൻ മുട്ട കൊടുത്ത് 8 രൂപ എന്ന് പറയുന്നത്, ഈ കോഴി ചുമ്മാ തരുന്നല്ലോ, എനിക്ക് ഇത്രയും വില വേണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത. അത്തരത്തിലുള്ള ചിന്താഗതികൾ മാറണം. ഇപ്പോൾ MLA പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇവിടെ കർഷകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന്. PM കിസാൻ പദ്ധതിയിൽ നിന്നും വർഷം 6000 രൂപ മേടിക്കുന്ന ആൾക്കാർ മാത്രം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിലമ്പറ്റൂർ പഞ്ചായത്തിലെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നിവിടെ ആദരിക്കപ്പെട്ട 9 കർഷകർ ഒരു കുട്ടി കർഷകയാണ്. ഇവിടെ തൊട്ടുള്ള ജോയിച്ചാനെ കുറിച്ചൊക്കെ ഇവിടെ ADA സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ജോയിച്ചാൻ കഷ്ടപ്പെട്ടു ഏത്തവാഴ കൊലച്ചു ഓണത്തിന് വിപണിയിലെത്തുമ്പം അതിന് 80 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിച്ചാനും പിള്ളേർക്ക് ദേഷ്യമാണ്. ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പ്രസംഗിക്കുകയല്ല, നമ്മളൊരു കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതേസമയം കർണാടകത്തിൽ ഉടുപ്പിയിൽ നിന്നും അല്ല കൂർഗിൽ നിന്നും ഒക്കെ അവിടെ 30 രൂപ വിലയ്ക്ക്, അതായത് മോഡേൺ സംവിധാനത്തിൽ കൃഷി ചെയ്യുന്ന സാധനം ഇവിടെ കൊണ്ട് 80 രൂപയ്ക്ക് വയ്ക്കുമ്പം അത് എല്ലാവരും മേടിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇന്ന് രാവിലെ എഴുന്നൂര് നമ്മുടെ മാമ്പേമനിൽ അടഞ്ഞു കിടന്നിരുന്ന എക്കോ ഷോപ്പ് വീണ്ടും പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും അവനവൻ്റെ കാർഷിക വിളകൾ നമ്മുടെ എക്കോ ഷോപ്പിൽ കൂടെ നമ്മളെല്ലാം 2 വ്യക്തികളെ ഏറ്റെടുത്ത് നടത്തുകയാണത്. അതിൽ കൂടെ അത് വിപണനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കർഷകർക്ക് ഒരു മാന്യമായ വില. ഇന്ന് ഞാൻ രാവിലെ അവിടെ ഇതുപോലെ വിളക്ക് കൊളുത്തി, അവിടുത്തെ ഇടവ വികാരി അച്ഛനും ഉണ്ടായിരുന്നു, നമ്മുടെ 10ാം വാർഡിലെ മെമ്പർ യോശാനുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടും പറഞ്ഞു, നിങ്ങൾ 30 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം നിങ്ങൾ 100 രൂപയ്ക്ക് വിറ്റ് അമിത ലാഭം എടുക്കാതെ, ഇപ്പം ഇവിടെ വളന്തടം പഴത്തിന് ഇപ്പോൾ ഏരിയ ഇവിടെ പറയുക വളന്തടം പഴം കിട്ടാറില്ല, 50 രൂപ 60 രൂപ ആയി. ഈ സാധനം കടയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേരെ 20 രൂപയായിട്ട് കർഷകന് കിട്ടുന്നത്. പക്ഷെ കടക്കാർ വിൽക്കുന്നത് 50 രൂപ 60 രൂപയാണ് വിൽക്കുന്നത്. ഒരു കർഷക തൊഴിലാളിയായിട്ടുണ്ട് കടക്കാരനുണ്ട്, പുള്ളി അവിടെ ചിരിക്കുന്നു. ഇപ്പം ഞാൻ പറയുന്നത് ഒരു 40 രൂപയ്ക്ക് സാധനം എടുക്കുകയും 50 രൂപയ്ക്ക് വിൽക്കുകയും അതൊരു 25% ലാഭം എടുത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കൂട്ടർക്കും പ്രയോജനമാകും. ഇത് കർഷകന് 30 രൂപ കിട്ടും, കടയിൽ വിൽക്കുമ്പോൾ 50-60 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. അതുപോലെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും
അപ്പം ഈ കർഷകർ ഇപ്പം വേറൊരു എൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം, നമ്മൾ ഈ സംസ്ഥാന സർക്കാർ ലക്ഷങ്ങളും കോടികളും മുടക്കി സിനിമാ ലോകത്തുള്ളവരെ എന്താ പറയുന്നത്, അവർക്ക് അവാർഡും ആദരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന തലത്തിൽ ആകെ ഒരു കർഷകരാണ് അവാർഡ് കിട്ടുന്നത്. അതേസമയം അത് വിഭജിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ അടുത്ത വർഷം കർഷക ദിനത്തിന് നെടുമറ്റൂർ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഒരു കർഷകനെങ്കിലും ഒരു ക്യാഷ് അവാർഡ് കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനെങ്കിലും ആൾക്കാർ തയ്യാറാവും. ഇന്ന് ആർക്കും പശുവിനെ വളർത്താൻ പറ്റത്തില്ല, കോഴിയെ ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മനോഭാവം അങ്ങനെയാണ്. കാരണം പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും നാറ്റമാകും പറഞ്ഞ് പരാതിയുടെ പ്രളയമായിരിക്കും പഞ്ചായത്തിലോട്ട്. കോഴിയെ വളർത്തിയാലും അത് തന്നെ അവസ്ഥ. അപ്പം ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള മനോഭാവം കൂടെ നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് മാറണം. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് നമുക്ക് വിദേശ പണം വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നാട്യത്തിലായിരുന്നു നമ്മളെല്ലാം. അതാണ് കൃഷിയിൽ നിന്നും നമ്മുടെ തലമുറ അകന്നു പോകാനുള്ള ഒരു കാര്യമായി. ഇപ്പം പിന്നെ AI യുഗമായി. അപ്പം വീണ്ടും അതാ. പക്ഷേ AI ഒരിക്കലും നമുക്ക് ഭക്ഷ്യ സാധനങ്ങൾ തരത്തില്ല എന്നുള്ള ഒരു കാര്യം ആരും മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന് ഈ പറഞ്ഞമാതിരി ആധുനിക ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം കൂടെ വേണം. അതിനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഉണ്ണിക്കണ്ണനെ പോലുള്ള കർഷക തൊഴിലാളിക്കോ അല്ലെ വാസുകൊച്ചാടിനെ പോലുള്ളവർക്കോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതിന് യുവാക്കളുടെ ഒരു സഹായം കൂടെ അവർക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങും അല്ലെ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകണം. അപ്പം തീർച്ചയായിട്ടും ഈ കർഷക ദിനത്തിൽ ഇന്നിവിടെ ആദരിക്കപ്പെട്ട എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാ അനുമോദനവും അഭിനന്ദനവും അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, വെള്ളൂർ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റ്, ഇവരൊക്കെ അത്യാവശ്യം തനതായ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. കർഷക സംഘടനയുടെ ആളുകളാണ്. ഷിനു ഗീച്ചേരിൽ ഷിനുവൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ എക്കോ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിന് എന്തോ കാരണത്താൽ അത് നിലച്ചുപോയി. ഇന്ന് വീണ്ടും അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമ്മൾ എന്ത് കാര്യത്തിനും പ്രാക്ടിക്കലായിട്ട് ഒന്ന് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനവും സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കർഷക ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ചിങ്ങ 1 ഓണത്തിൻ്റെ മാസമാണ്, ആവണി മാസമാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.